ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മളെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക്, SLC കഴിഞ്ഞവർക്ക്, +1 +2 വിദ്യാർത്ഥികൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ വൈവിധ്യമാർന്ന, നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആകുന്ന അനവധി സ്കോളർഷിപ്പുകളുണ്ട്. നിങ്ങൾ കേട്ട് പരിചയമുള്ളത് ഈ ഗ്രാൻഡ്സും അല്ലെങ്കിൽ അല്ലാതെ സെൻട്രൽ സെക്ടറും മാത്രമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒക്ടോബർ വരെ, നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മാർക്ക് ബേസ്ഡ്, നിങ്ങളുടെ കാസ്റ്റ് ബേസ്ഡ്, ബാക്കി ഒരുപാട് റിസർവേഷൻ അനുസരിച്ച് കൊടുക്കുന്ന ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് സ്കോളർഷിപ്പുകളുണ്ട്. സോ അറിയണമെങ്കിൽ മടിക്കേണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി സ്കീമിൽ തന്നെ കൊടുക്കുന്ന പ്രധാനമന്ത്രി PM യശസ്വി സ്കോളർഷിപ്പ് എന്താണ് എന്നും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് ആണ് എന്ന്. സോ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇത് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. പ്രധാനമന്ത്രി PM യശസ്വി സ്കോളർഷിപ്പ് സ്കൂൾ സ്റ്റുഡൻസിന് വരുമ്പോൾ ക്ലാസ് 9 മുതൽ 12 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ, അതുപോലെ +2 ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ, മീൻസ് +1 നിന്ന് +2ലേക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ +1 90% ഒന്നും മാർക്ക് വേണ്ട, ജസ്റ്റ് 60% മാർക്കിന് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപേക്ഷിക്കാം. പിന്നെ ഇൻകം ക്രൈറ്റീരിയ ഉണ്ട്, അതായത് നിങ്ങളുടെ ഫാമിലി ഇൻകം ഒരു റേറ്റിന് കൂടുതൽ കൂടാൻ പാടില്ല. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്ന് അതിന്റെ ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതിന്റെ റിവാർഡായിട്ട് കിട്ടാൻ പോകുന്നത്, സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടാൻ പോകുന്നത്, ക്ലാസ് 9 മുതൽ 12 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1,25,000 രൂപ വരെയാണ് അസിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ പല ഫീസ് ആയിരിക്കും. ചിലപ്പോൾ കോളേജിലെ ഫീസ്, ട്യൂഷൻ ഫീസ്, സ്കൂളിലെ മറ്റ് ഫീസുകൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ലിമിറ്റാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്കൂൾ സ്റ്റുഡൻസ് മാറി കോളേജ് സ്റ്റുഡൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇതെന്ന് പറയുന്നത് 3 ലക്ഷം വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടും. അതായത് കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ, നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ, ലാപ്ടോപ്പ് അസിസ്റ്റൻസ് ഉൾപ്പെടെ, ഈ രീതിയിൽ അത് അവർ പറയുന്നത് PM യശസ്വി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സെൻട്രൽ മിനിസ്ട്രിയുടെ സോഷ്യൽ ജസ്റ്റിസ് മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ IIT, IIM മാത്രമല്ല, കൂടാതെ ഒരുപാട് ഡിഗ്രി കോളേജുകൾ, NIRF റാങ്കിങ്ങിൽ ടോപ്പിലുള്ള ഒരുപാട് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ കാണുന്ന, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നത് അവർക്ക് അപേക്ഷിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, അവരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ക്ലാസ് 9 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 31. ഇനി കോളേജിലുള്ള സ്റ്റുഡൻസിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 31. അപ്പോൾ +2 ഒക്കെ ഇപ്പൊ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ചെയ്താൽ മതിയാകും. ഇത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, അതായത് NSP വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഒന്നുകിൽ അക്ഷയ വഴി ചെയ്യുക സ്കൂൾ സ്റ്റുഡൻസ്. ഇനി കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം കോളേജുകാരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് മനസ്സിലായിട്ട് അഡ്മിഷൻസ് കഴിഞ്ഞതിന് ശേഷം അക്ഷയ വഴി ചെയ്യുക. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ തന്നെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, ജോയിൻ ചെയ്തോ. ഇനി അങ്ങോട്ടും സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ, മിസ്സാക്കണ്ട. സോ ലാസ്റ്റ് ഡേറ്റ് ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വച്ചേക്കാം. ഓൾ ദി ബെസ്റ്റ്.